നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ ആണുങ്ങൾ ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ഡ്രൈവ്, റിസ്ക് ടേക്കിംഗ് ക്യാരക്ടർ, ആ ഒരു ഡോമിനേഷൻ, ഈ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ കീഴിൽ വൈഫൈ ഉള്ള റൂമിൽ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യുന്നു. പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ഭക്ഷണം കഴിക്കുന്നു. പോളിയസ്റ്റർ വസ്ത്രങ്ങൾ ധരിക്കുന്നു. വിറ്റാമിൻ ഡി ഓർ സൺലൈറ്റ് കിട്ടാതെ ഹെവി ലിഫ്റ്റുകളോ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളോ ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു പോവാണ്. ഇതിൻ്റെ ഒരു മെയിൻ റിസൾട്ടായിട്ട് വരുന്നത് എന്തായിരിക്കും? ലോ ടെസ്റ്റോസ്റ്ററോൺ. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഞാൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്ററാണ്, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നാച്ചുറലായിട്ട് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനുള്ള വഴികളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആരും അസ്യൂം ചെയ്യേണ്ട ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എനിക്ക് നല്ല ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, ഞാനും ഇത് പഠിച്ചു വരികയാണ്. അപ്പം ഞാൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വേറെ ഉള്ള ആൾക്കാർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നോർമൽ ഇത്ര മണിക്കൂർ ഉറങ്ങണം, ജിമ്മ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്തതാണ്. അതിൽ ഫസ്റ്റത്തെ ഒരു സംഭവം, നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫസ്റ്റത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ ഇവല്യൂഷൻ ടൈമിൽ പണ്ട് കാലങ്ങളിൽ മനുഷ്യനായിക്കോട്ടെ വേറെ ഏതൊരു ജീവികളായിക്കോട്ടെ നമുക്കൊരു മെയ്റ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആണുങ്ങളുടെ ഇടയിൽ, അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള, ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയ, ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഹെൽത്ത് ആയാലും ടെസ്റ്റോസ്റ്ററോൺ ആയാലും എല്ലാ വയസ്സും ആപ്റ്റായിട്ടുള്ള ഒരു ഹെൽത്തി പാർട്ട്ണറിനെയാണ് എങ്ങനെയായാലും നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡർ ചൂസ് ചെയ്യുക. ആണുങ്ങളുടെ ഇടയിൽ ആ കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന ആൾക്കായിരിക്കും ആ പാർട്ട്ണറിനെ കിട്ടുക. അനിമൽസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ആണുങ്ങളുടെ ഇടയിലുള്ള, ഇത് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് നമ്മൾ ആ കോമ്പറ്റീഷൻ വിജയിക്കണം എന്നില്ല, ജസ്റ്റ് കോമ്പറ്റീഷൻ ചെയ്യുന്നതിൽ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആണുങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ ആൺകുട്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗേൾസിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ഓലെ ഫെമിനിൻ നേച്ചറിൽ വേറെ രീതിയിലാണ് വരുന്നത്. ഫെമിനിൻ ഗ്രോസ് ബൈ പ്രൈസ് ആണെങ്കിൽ മാസ്കുലിൻ ഗ്രോസ് ബൈ ചലഞ്ചാണ്. അപ്പോൾ ആണുങ്ങളുടെ ഇടയിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ചലഞ്ച് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതിപ്പോൾ വളരെ കുറഞ്ഞോട്ടിന് വരികയാണ്, അല്ലേ? എല്ലാവരും അവനാൻ്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണേ. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റോസ്റ്ററോണിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് കാണുന്നുണ്ട്. ഇനി ഞാൻ ടെസ്റ്റോസ്റ്ററോൺ കുറക്കണ സംഭവങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 2 സംഭവം പറഞ്ഞുതരാം. അതിലൊന്ന് സ്ലീപ്പ്. ഒരു ദിവസം തന്നെ നമുക്കൊരു പുവർ സ്ലീപ്പാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു 5 മണിക്കൂറൊക്കെയാണ് കിട്ടണുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെ ടെസ്റ്റോസ്റ്ററോൺ ആ ഒറ്റ ദിവസം കൊണ്ട് 15-20% വരെ ഡിക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് എങ്ങനെ പറയാം, മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കുറയും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മര്യാദക്ക് ഉറങ്ങുക എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അത് നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഉറങ്ങണ പോലെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, 8-9 മണിക്കൂർ ബെഡിൽ കിടന്ന് ഒരു 7-8 മണിക്കൂർ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, യെസ്, നാച്ചുറലി നമുക്ക് ഓലെങ്കാട്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവാനുള്ള. അപ്പോൾ സ്ലീപ്പ് ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലും പറയാം. വേറൊരു സംഭവമാണ് ആപ്നിയ എന്ന് പറഞ്ഞ സംഭവം. ആപ്നിയ അതേപോലെ മൗത്ത് ബ്രീത്തിങ്. മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കുള്ളൊരു ഇഷ്യൂ ആണ്. ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ, ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരു സംഭവം പറഞ്ഞിരുന്നു, ഒരു നോസ് ടേപ്പ് എന്നുള്ള സംഭവം. നമ്മുടെ നേസൽ ഡയലേറ്റർ, നേസൽ പാസേജസ് ഷാലോ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഡയലേറ്റ് ചെയ്യാനുള്ളൊരു സംഭവം. അത് നിങ്ങൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, നേസൽ ഡയലേറ്റർ. അല്ലെങ്കിൽ ഞാനൊരു സ്ലീപ്പിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നു, അതിൻ്റെ തമ്പനയിൽ തന്നെ ഉണ്ടാവും ആ ഒരു സംഭവം. അപ്പോൾ അത് വെച്ചുകൊണ്ട് പിന്നെ ഇവിടെ വായിൽ എന്ത് ചെയ്യും, ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട്, അതിനായിട്ടുള്ള ടേപ്പ് ഉണ്ട്, പക്ഷെ ഞാൻ നോർമലി സംഭവമാണ് ഒട്ടിക്കണത്. അത് ഒട്ടിച്ചിട്ടാണ് ഞാൻ കടന്നുറങ്ങൽ ഇപ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ, മൗത്ത് ബ്രീത്തിങ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ശീലമായി കഴിഞ്ഞാൽ അത് അട്രാക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നുണ്ട്, നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, നമ്മളെ സ്ലീപ്പിനെയും ബാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ മൗത്ത് ബ്രീത്തേഴ്സ് അല്ല, നമ്മൾ നോസ് ബ്രീത്തേഴ്സ് ആണ് ആവേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്നിയ എന്ന് പറയുന്നത് മൗത്ത് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് സ്ലീപ്പിലൊക്കെ മൗത്ത് ബ്രീത്ത് ചെയ്യണോല് ഇടയ്ക്ക് നെറ്റി എണീക്കും, ബ്രീത്ത് കിട്ടാതായിക്കാണ്ട്. അതായത് നമ്മളെ ടങ്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ അറിയാണ്ട് എണീക്കുന്നൊരു അവസ്ഥ ഉണ്ടാവലുണ്ട്, ആപ്നിയ എന്ന് പറഞ്ഞിട്ട്, സ്ലീപ്പ് ആപ്നിയ. അപ്പോൾ ഈ ഒരു സംഭവം ടെസ്റ്റോസ്റ്ററോൺ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നോർമൽ ബ്രീത്തിങ്ങും മൗത്ത് ബ്രീത്തിങ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക, മാക്സിമം നോസിലൂടെ ബ്രീത്ത് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക,
എക്സസൈസ് ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തും കോൺഷ്യസ് ആയിട്ട് നമ്മൾ മൗത്ത് ബ്രീത്ത് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നോസിലൂടെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്യുന്ന അടുത്തൊരു സാധനം ഞാൻ പറഞ്ഞുതരാം, കൊളസ്ട്രോള്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഒരു ചീത്ത രീതിയിൽ കാണുന്ന ഒരു സംഭവമല്ലേ, നമുക്ക് അസുഖം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് ഡിഫറെൻറ്റ്. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഡയറ്ററി കൊളസ്ട്രോളാണ്. മുട്ടയും ബീഫൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൊളസ്ട്രോൾ. ഇപ്പോൾ ഞങ്ങൾ ഒരു ദിവസം, ഞാനും എൻ്റെ അനിയനും ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട്. ഞങ്ങൾ വെറുതെ വീട്ടിൽ ലേസി ആയിട്ട് ഇരുന്നിട്ട് കഴിക്കില്ല. ആൾമോസ്റ്റ് എവറി ഡേ 10 മുട്ട കഴിക്കുന്നുണ്ട് ഇപ്പോൾ. അതിന് തന്നെ നമുക്ക് 60 ഗ്രാം പ്രോട്ടീൻ കിട്ടി. അതിന് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊളസ്ട്രോൾ കിട്ടും, നല്ല ആവശ്യമുള്ള ഫാറ്റുകളും എല്ലാ ലൂസീനും അമിനോ ആസിഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മസിൽ ബിൽഡ് ചെയ്യാനുള്ള. അപ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ ബിൽഡ് ചെയ്യാനുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കൊളസ്ട്രോൾ കൂടുതൽ കഴിക്കുക, അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുക. അതുപോലെ 2 സംഭവങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതേസമയം തീരെ ഉറങ്ങുന്നില്ല, അതുപോലെ ജീവിതത്തിൽ ഭയങ്കര സ്ട്രെസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോളിൽ നിന്ന് തന്നെ കോർട്ടിസോളും ഉണ്ടാവാം, ടെസ്റ്റോസ്റ്ററോണും ഉണ്ടാവാം. അപ്പോൾ അത് നേരെ കോർട്ടിസോളിലേക്ക് പോകും നല്ല സ്ട്രെസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ മൗത്ത് ബ്രീത്തിങ്ങും സ്ലീപ്പ് ആപ്നിയൊക്കെ ഒഴിവാക്കുക. എങ്ങനെയെങ്കിലും അതിനെക്കുറിച്ചുള്ള വഴികൾ കണ്ടുപിടിച്ചാണ്ട് മാക്സിമം നോസിലൂടെ ബ്രീത്ത് ചെയ്ത് എന്ത് ചെയ്യുക, നോസിനെ ട്രെയിൻ ചെയ്യുക ബ്രീത്ത് ചെയ്യാൻ, മൗത്ത് ബ്രീത്തിങ് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല സ്ലീപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും, നമുക്ക് കോർട്ടിസോൾ കുറയും. കോർട്ടിസോൾ കുറയുന്നതും ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അടുത്ത സംഭവമാണ് ഇപ്പോൾ പറഞ്ഞത് കൊളസ്ട്രോൾ, അതുപോലെ കോർട്ടിസോൾ റെഡ്യൂസ് ചെയ്യാന്നുള്ള സംഭവം. ഇനി അടുത്ത സാധനം, അതായത് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കും കിട്ടാത്തൊരു സാധനമാണ് വൈറ്റമിൻ ഡി. ഞാൻ പറയുന്നത് സപ്ലിമെൻറ്റിനെ കുറിച്ചല്ല. വൈറ്റമിൻ ഡി ഈസ് ഗിവൺ ബൈ ഗോഡ് ഇൻ സൺലൈറ്റ്, അല്ലേ? നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. മോർണിംഗിൽ സൂര്യൻ ഉദിക്കുന്ന ടൈമിൽ സണ്ണ് ലോ സോളാർ ആംഗിളിലാവുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഒരു 5 to 10 മിനിറ്റ് ഒന്ന് പുറത്ത് നിന്നാണ്ട് ആ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഗ്രേറ്റ് ബ്രോ. ഹോർമോണും ലൈറ്റും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആൻഡ്രൂ ഹ്യൂബർമാൻ എപ്പോഴും പറയുന്നത് മോർണിംഗിൽ എന്ത് ചെയ്യുക, പുറത്തിറങ്ങിയിട്ട് സൺലൈറ്റ് കാണുക എന്നുള്ളത്. അതായത് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് വെയിലടിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് പുറം മൊത്തം കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സൺലൈറ്റ് ഉണ്ട്. പക്ഷെ അത് ക്ലൗഡഡ് ആണ്, അതായത് വെയിൽ ടൈപ്പ് ഒന്നും ഇല്ല, ചെറിയ രീതിയിൽ വെളിച്ചമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും. എങ്ങനെ ആയാലും ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഉറക്കത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ സർക്കേഡിയൻ റിതം സെറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളെ ടെസ്റ്റോസ്റ്ററോണും ഈ വിറ്റമിൻ ഡി ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റ് കൊള്ളുക. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇൻഡോസിലാണ്, സൺലൈറ്റ് കിട്ടുന്നില്ല. നമ്മൾ മൊത്തം ക്ലോസ്ഡ് വൈഫൈ ഒക്കെ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ യുഗത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്ട്രെങ്ത്തും ഡ്രൈവും മോട്ടിവേഷനും റിസ്ക് ടേക്കിംഗ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോവാണ്. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയണത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഞാനൊരു റിയാലിറ്റി കാണിച്ചിട്ടാണ്, കുറഞ്ഞു പോവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ജനറേഷൻ ആണല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സൺലൈറ്റ് കിട്ടാൻ ശ്രമിക്കുക ഏർലി മോർണിംഗിൽ, അതേപോലെ ഈവനിങ്. ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ നമുക്കൊന്ന് ആക്റ്റീവ് ആണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി വരാമെന്നുള്ളൂ. പക്ഷേ മോർണിംഗ് സൺലൈറ്റും ഈവനിങ് സൺലൈറ്റും കിട്ടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതുപോലെ സൺലൈറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ സ്ലീപ്പിൻ്റെ ഇടയിൽ ബ്രൈറ്റ് ലൈറ്റുകൾ എങ്ങനെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കണേ, നമ്മൾ ഉറക്കത്തിനിടയിൽ എണീറ്റ് പോകും, ബാത്റൂം പോകാൻ അങ്ങനെ എന്തെങ്കിലും എണീറ്റാണ്ട് നമ്മൾ ഇരുട്ടാണ്, എന്നിട്ട് ആ ഒരു ടൈമിൽ പെട്ടെന്ന് ആ ഹെവി ബ്രൈറ്റ് ലൈറ്റ് LED ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിനെ നല്ല രീതിയിൽ ഡിസ്റപ്റ്റ് ആവാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഉറങ്ങാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ സ്ലീപ്പിനെ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചാണ്ട് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു ഫ്ലാഷോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ലൈറ്റ് നമ്മളെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ബാത്റൂം പോയി വരുന്നതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല, പക്ഷെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചൊരു സംഭവമാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ കേസിൽ ഹീറ്റും കോൾഡും. അതായത് നമ്മൾ സോണ, അതേപോലെ ഐസ് ബാത്ത് എന്നൊക്കെ പറയുമല്ലോ, ഈ ഒരു സംഭവം ഇനി മേ ബി ഇത് ചിലപ്പോൾ ഇൻഡയറക്റ്റ് കോറിലേഷൻ ആയിരിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മളെ സ്ട്രെസ്സ് കുറയും, നമ്മളെ സ്ലീപ്പൊക്കെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന് അത് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് കോറിലേഷൻ ആവാം. എങ്ങനെ ആയാലും ഈ ഹീറ്റും അതേപോലെ കോൾഡ് എക്സ്പോഷറും ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ കണ്ടു. ഇനി അടുത്തൊരു സംഭവമാണ് എക്സസൈസസ്. എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് എക്സസൈസ് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളല്ല. സാഡ്ലി എൻഡുറൻസ് വർക്കൗട്ട് അതിന് ഒരു പോസിറ്റീവ് ഔട്ട്കം അല്ല തരുന്നത്. അതായത് നമ്മൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഓടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മാരത്തോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ,
ഇങ്ങനത്തെ എൻഡുറൻസ് വർക്കൗട്ട് ആക്ച്വലി ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് കാണിക്കുന്നത്. ബട്ട് ഇഫ് യു ലവ് ഇറ്റ്, ഡെഫിനറ്റ്ലി യു ആർ എ ലോങ് ഡിസ്റ്റൻസ് അത്ലറ്റ് ആണെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ്. പക്ഷേ അതിൻ്റെ കൂടെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടിയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഹെവി വെയിറ്റുകൾ എടുക്കുന്നത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നെള്ളിഫൈ ആവുന്നുണ്ട്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് മാത്രം ട്രെയിൻ ചെയ്യുമ്പോൾ അതൊരു ടെസ്റ്റോസ്റ്ററോൺ പ്രൊമോട്ട് ചെയ്യാനല്ല. അതേസമയം നമ്മളെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ, ജിമ്മിൽ പോയിട്ട് ഹെവി ലിഫ്റ്റ് ചെയ്യുന്നതും അതുപോലെയുള്ള സ്പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് ടേം ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്, ഷോർട്ട് ടേം ബൂസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, നല്ല സ്ലീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മെയിൻറ്റെയിൻ ദാറ്റ്. അപ്പോൾ കുറച്ച് സംഭവങ്ങളുണ്ട്, എൻഡോക്രിൻ ഡിസ്റപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കണുള്ളൂ. ഇതിനെ പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ നല്ലൊരു വീഡിയോ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്, പ്ലാസ്റ്റിക് പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, പോളിയസ്റ്റർ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. പോളിയസ്റ്റർ വസ്ത്രങ്ങൾ ഞാനും ധരിക്കുന്നുണ്ട്. കാരണം ഫുള്ള് ഒറ്റയടിക്ക് നമ്മളെ വാർഡ്രോബ് മൊത്തം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കോട്ടൺ വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയണം എന്നില്ല എല്ലാവർക്കും. കഴിയണമല്ലോ അങ്ങനെ വാങ്ങാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഇനി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്ത് വരും. പക്ഷെ ഞാൻ മാക്സിമം വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് ഇന്നവേഴ്സ് എങ്കിലും എന്ത് ചെയ്യുക, കോട്ടൺ ധരിക്കാൻ നോക്കുക. കോട്ടൺ, ലിനൻ, സിൽക്ക് അതുപോലത്തെ സാധനങ്ങളുണ്ടല്ലോ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ പോളിയസ്റ്ററിൽ നമുക്ക് BPAൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് തരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ അത് ബാഡാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ എഗ്ഗ് കുക്ക് ചെയ്യണത്, എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്നതൊക്കെ നമ്മൾ അപ്പച്ചട്ടി ഉണ്ടല്ലോ, കാസ്റ്റ് അയണിൻ്റെ പാത്രം, അതിലാണ് ചെയ്യൽ. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊണ്ട് എന്താ പറയുന്നത്, നമ്മൾ ഫുഡ് അളക്കുന്ന സംഭവം ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, മരത്തിൻ്റെത് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഗ്ലാസ്സോ അല്ലെങ്കിൽ സ്റ്റീലോ ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന നമുക്ക് റെസിപ്റ്റ് ഉണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് റെസിപ്റ്റ് ഉണ്ടല്ലോ, ചൂടായിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്ന റെസിപ്റ്റ്. അപ്പോൾ അതും മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകാൻ ശ്രമിക്കുക, നേരെ വായിലേക്ക് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഹോർമോൺസിനെ മെസ്സപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കാൻ ശ്രമിക്കുക മാക്സിമം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്ലീപ്പ്, ബ്രീത്തിങ്, സൺലൈറ്റ്, അതുപോലെ നല്ല ഫുഡുകൾ, കൊളസ്ട്രോൾ ഉള്ള ഫുഡുകൾ, അതുപോലെ ഞാൻ പറഞ്ഞ എൻഡോക്രിൻ ഡിസ്റപ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഹീറ്റ് ആൻഡ് കോൾഡ് എക്സ്പോഷേഴ്സ്, അതുപോലെ കോമ്പറ്റീഷൻ, പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സുകൾ. ഇനിയിപ്പോൾ എൻഡുറൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും എന്താ ചെയ്യുക, ലിഫ്റ്റിങ്ങൊക്കെ കമ്പൈൻ ചെയ്താണ്ട് ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് പ്രശ്നമല്ല. അപ്പോൾ ഇതിന് ഒരുപാട് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളെ നമ്മൾ ഇതിൽ യൂട്ടിലൈസ് ചെയ്യാത്തുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ്സിലൊക്കെ പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സപ്ലിമെൻറ്റ്സ് ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഡു വാട്ട് യു ക്യാൻ വിത്ത് വാട്ട് യു ഹാവ് ഫ്രം വേർ യു ആർ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.